കഴിഞ്ഞ 5.5 വർഷത്തിനിടെ 81 പോലീസ് ഉദ്യോഗസ്ഥരാണ് സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പരാതികൾ കേൾക്കാൻ സംവിധാനമില്ല, കേൾക്കാൻ ആളില്ല. ഒരു ദിവസം ഇത്ര ടാർഗറ്റ് തികച്ചേ പറ്റൂ. SHOയുടെ നിർബന്ധം സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും എഴുതിയിട്ട് ഇയാളൊന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുമെന്ന് പറയുന്നു. ഇരുന്ന് സംസാരിക്കാനുള്ള അവസരം പോലും കൊടുക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എല്ലാം നന്നായിട്ട് നടക്കണമെന്നുള്ള ആഗ്രഹമല്ല, അതിനപ്പുറത്തേക്ക് എങ്ങനെയായാലും 10 കാശ് ഖജനാവിൽ എത്തണം എന്നുള്ള സർക്കാരിൻ്റെ താല്പര്യം പോലീസുകാർ നടപ്പാക്കും. കാലാകാലങ്ങളിൽ പോലീസുകാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് പോലീസ് സംഘടനയ്ക്കകത്ത് രാഷ്ട്രീയ തിമിരം വന്നുപോയി. ശരിക്കും ഈ യോഗയൊക്കെ വല്ല പ്രയോജനമുള്ള കാര്യമാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യാൻ ആളില്ല, സമയമില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ ഇനിയും ആത്മഹത്യകൾ ഉണ്ടാകും. നമസ്കാരം. ഇന്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഈ അധ്യായത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മണികണ്ഠൻ നായരാണ്. വെൽക്കം സർ, വെൽക്കം ടു ഇന്റർവ്യൂ. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലീവ് ചോദിക്കുകയാണ് തൻ്റെ മേലധികാരിയോട്. അതിന് ലീവ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നിശിതമായിട്ട് തെറി വിളിക്കുകയാണ്, മോശമായിട്ട് പെരുമാറുകയാണ് ഒരു മേലുദ്യോഗസ്ഥൻ. ശരിക്കും കേരള പോലീസിൽ ഇപ്പോൾ എന്താ നടക്കുന്നത്? അത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇന്ന് പോലീസിൻ്റെ ഈ അസംതൃപ്തിക്ക് കാരണം താഴെത്തട്ട് മുതലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അംഗീകരിക്കാനുള്ള മേലുദ്യോഗസ്ഥരുടെ മനസ്സില്ലായ്മയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അത്യാവശ്യമായിട്ട് ഒരു ദിവസം ലീവ് ചോദിക്കുന്ന ഒരാളിന് അയാളുടെ ആവശ്യകത എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ 2 മണിക്കൂറിൻ്റെ ആവശ്യം മാത്രമേ അയാൾക്കുണ്ടാവുള്ളൂ. അത് അറിഞ്ഞുകൊണ്ട് നൽകിയാൽ പ്രശ്നങ്ങൾ അവിടെ ഇല്ലാതാകും. അപ്പോൾ ഒരു SHOയോട് ആണ് ഒരു പോലീസ് കോൺസ്റ്റബിൾ ലീവ് അയാളുടെ അത്യാവശ്യത്തിന് ചോദിക്കാൻ. ആ SHOയുടെ ഇന്ന് അത്തരം പെരുമാറ്റം ഉണ്ടായാൽ ബാക്കിയുള്ളത് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ്. പോലീസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് താങ്കൾ ചോദിച്ച പോലെ ഞാനും മുൻകാല പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഇന്ന് പോലീസിൻ്റെ ഇന്നത്തെ പോക്കിൽ അസംതൃപ്തി ജനത്തിനുള്ളതുപോലെ പോലീസ് ഉദ്യോഗസ്ഥനുള്ള പോലെ എനിക്കുമുണ്ട്. ഈ തെറി വിളിക്കുന്ന സംഭവം ഈ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ, അതോ ഇതൊരു പതിവ് കാഴ്ചയാണോ സേനയിൽ? പതിവ് കാഴ്ചയല്ല. ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് പോലീസിന് ഭൂഷണമല്ല. ഒരുപക്ഷെ താങ്കൾ ഈ പറഞ്ഞ ഈ സമ്മർദ്ദം, അത് ജോലിഭാരം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ കാരണമായിരിക്കുമോ ഈ മേലുദ്യോഗസ്ഥൻ തൻ്റെ സബോർഡിനേറ്റിനോട് ഇങ്ങനെ പെരുമാറാനുള്ള കാരണം? അത് തന്നെ ആയിരിക്കും. അദ്ദേഹം ഇത്തരത്തിലൊരു പ്രഷറിലൂടെ ആയിരിക്കുമോ കടന്നു പോകുന്നത്? തീർച്ചയായും. ഇത് അദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്ന ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ, പോലീസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുകളിൽ നിന്നുള്ള പ്രഷർ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു SHOയെ സംബന്ധിച്ചിടത്തോളം രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കയറി കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെയാണ് ആ ഒരു ദിവസം അവിടെ ഡ്യൂട്ടിയുടെ ഭാഗമായി വന്നുപെടുന്നതെന്നുള്ള ആകപ്പാടെ ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് അദ്ദേഹം പെട്ടു നിൽക്കുന്നത്. ആ അവസരത്തായിരിക്കും ഡ്യൂട്ടിക്ക് ആളിനെ അയക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും ഒരാൾ അയാളുടെ ആവശ്യം അതിനേക്കാൾ അപ്പുറമായിരിക്കും അയാൾ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ മാനസികമായിട്ട് അങ്ങനെ ആയിപ്പോയതായിരിക്കാം. പക്ഷേ ഇപ്പം താങ്കൾ പറയുന്ന വാക്കുകൾ തന്നെ കടം കൊണ്ട് പറയുകയാണെങ്കിൽ മേളിൽ നിന്നുള്ള സമ്മർദ്ദം താഴോട്ട് വരുന്നു. ഇപ്പോൾ IPS ഉദ്യോഗസ്ഥർ അവരുടെ പ്രഷർ ഒരുപക്ഷെ ഗവൺമെൻറ്റിൽ നിന്നുള്ളതാകാം. അവർ താഴോട്ട് പ്രഷറൈസ് ചെയ്യുന്നു. അവർ ഈ SHOയുടെ അടുത്തേക്ക് എത്തിക്കുന്നു. SHO താഴെയുള്ള സ്റ്റേഷൻ ഉദ്യോഗസ്ഥരോട് പറയുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥർ നാട്ടുകാരോട് ഇതേ പ്രഷർ കാണിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം ഒറ്റപ്പെട്ടാണെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പൊതുജനങ്ങൾക്ക് മോശമായ ഒരുപാട് അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന ഈ പ്രഷർ ഇങ്ങനെ താഴെത്തട്ടിലോട്ട് പാസ് ചെയ്ത് വരുന്നത് കൊണ്ടുള്ള പ്രശ്നമാണോ? പൂർണ്ണമായും അങ്ങനെയല്ല. ഈ മേലുദ്യോഗസ്ഥർ, അതായത് എക്സാമ്പിൾ ഞാൻ പറയാം, പോലീസ് സ്റ്റേഷനിൽ സാറ്റ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. എന്താണത്? സാറ്റ എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ തലേ ദിവസം നടന്ന കാര്യങ്ങളും പിറ്റേ ദിവസം ആ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളെന്നും മേലുദ്യോഗസ്ഥനെ ധരിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് സാറ്റ. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് ആ സാറ്റ എന്ന് പറയുന്നത് കീഴുദ്യോഗസ്ഥനെ
കുറ്റപ്പെടുത്താനും തെറി വിളിക്കാനും ഈ നിങ്ങളുടെ പെർഫോമൻസ് മോശമാണെന്നും പെറ്റി പിടിച്ചത് കുറഞ്ഞു പോയി എന്നും പറഞ്ഞ് കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു സർക്കസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ തിരുവനന്തപുരം സിറ്റി ലിമിറ്റുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ ഒരു ദിവസം വിളിക്കുകയാണ്. നിങ്ങൾ വാർത്ത എഴുതണം, സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് പറയുന്നത്. ഒരു ദിവസം ഇത്ര ടാർഗറ്റ് തികച്ചേ പറ്റൂ, SHOയുടെ നിർബന്ധം സഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും എഴുതിയിട്ട് ഇയാളൊന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുമെന്ന് പറയുന്നത്. SHOയുടെ ഇത് നിർബന്ധമല്ല. മുകളിലുള്ള ജില്ലാ പോലീസ് മേലധികാരി നിങ്ങൾ ഇത്ര കോട്ട തികച്ചിരിക്കണം എന്ന് നിർദ്ദേശം സെറ്റിലൂടെയും ആ ബ്രീഫിങ്ങിൽ വിളിക്കുമ്പോഴും കൊടുക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അദ്ദേഹം അങ്ങനെ കൊടുക്കുന്നെങ്കിൽ ആ പിരിച്ചു കിട്ടുന്ന കാശ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോകാനല്ല, അദ്ദേഹത്തിന് മുകളിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്. മുകളിൽ നിന്ന് വന്നിട്ടാണ്, സർക്കാരിൻ്റെ അറിവോടെ തന്നെയാണ് ഇത് നടക്കുന്നത്. അതായത് ഇവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എല്ലാം നന്നായിട്ട് നടക്കണമെന്നുള്ള ആഗ്രഹമല്ല, അതിനപ്പുറത്തേക്ക് എങ്ങനെയായാലും 10 കാശ് ഖജനാവിൽ എത്തണം എന്നുള്ള സർക്കാരിന്റെ താല്പര്യം പോലീസുകാർ നടപ്പാക്കും. കാലാകാലങ്ങളിൽ പോലീസുകാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ജനത്തിനെ പോലീസിനെ വെറുപ്പിക്കുന്നതിലെ ഒരു കാരണവും ഇത് തന്നെയാണ്. നമ്മൾ കുറ്റം ത്തിനെ അല്ല നമ്മൾ അമർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിന് ശിക്ഷയല്ല കൊടുക്കുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ എണ്ണം കൂട്ടാൻ വേണ്ടി കുറ്റം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ ചെരുപ്പിനനുസരിച്ചിട്ട് എന്താ പറയുക, പാദം വെട്ടുകയാണ്. ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഒരു 15C അതായത് വാഹനത്തിനകത്തിരുന്ന് മദ്യപിക്കുന്ന ആളിനെ ആ കേസ് എടുക്കാൻ വേണ്ടി 1, 2 അല്ലെങ്കിൽ കൂടുതൽ എണ്ണം പല സ്ഥലത്ത് വെച്ച് ഇവരെ പിടിച്ചതായി രേഖപ്പെടുത്തിക്കൊണ്ട് കേസെടുക്കുന്ന സംഭവം വരെ പോലീസിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് അബദ്ധത്തിലേക്കാണ്. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഉള്ളതാണ്. നിങ്ങളുടെ ലൊക്കേഷൻ മാത്രം അയാൾ ചോദ്യം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ വെട്ടിലായി പോകും. അത് പക്ഷേ മുകളിലുള്ള പ്രസ്സിങ് നിവർത്തിയില്ലാതെ അവർ ചെയ്തു പോകുന്നതാണ്, ചെയ്യിപ്പിക്കുന്നതാണ്. ഇപ്പോൾ അടുത്തിടെ ഒരു കണക്ക് പുറത്തു വന്നു, അത് ഞെട്ടിക്കുന്ന കണക്കാണ്. അതായത് കഴിഞ്ഞ 5.5 വർഷത്തിനിടെ 81 പോലീസ് ഉദ്യോഗസ്ഥരാണ് സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. യെസ്, അത്രമാത്രം പ്രതിസന്ധിയാണോ? എന്താണ് ഈ മാനസിക സംഘർഷം അത്ര കണ്ട് സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണോ പോലീസ് ഉദ്യോഗസ്ഥർ കടന്നു പോകുന്നത്? പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകളിൽ ഈ പറഞ്ഞ മേലുദ്യോഗസ്ഥൻ്റെ സമ്മർദ്ദം, പിന്നെ രാഷ്ട്രീയക്കാരൻ്റെ സമ്മർദ്ദം, അതിൽ ഉപരിയായി സംഘടനകളുടെ ഇടപെടൽ, ഇതെല്ലാം കൂടെ വരുമ്പോൾ ഡ്യൂട്ടിക്ക് ആളില്ല, ഇതെല്ലാം ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്ന സന്ദർഭങ്ങളിലാണ് ഇതിന് കാരണമായി മാറുന്നത്. ഇതിൽ നോക്കി ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 81 പേർ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാ ശ്രമം 2019 മുതൽ 24 വരെ 15 ഉദ്യോഗസ്ഥർ ആത്മഹത്യാ ശ്രമം നടത്തി പരാജയപ്പെട്ടു. ഒരുപക്ഷെ അവരുടെ കുടുംബത്തിന്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം രക്ഷപ്പെട്ടത്. സ്വയം വിരമിക്കാൻ അപേക്ഷ കൊടുത്തിരിക്കുന്നത് 175 പേരെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 175 പേർ എനിക്കിനി പോലീസ് പണി വേണ്ട. അത് മാത്രമല്ല, ഒരു സബ് ഇൻസ്പെക്ടർ ട്രെയിനി, അയാൾ നേരത്തെ SIP ക്യാമ്പിലെ ഹവിൽദാറായിരുന്നു, ആ ജോലിയിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ഒരു ചരിത്രവും പോലീസ് സേനയിലുണ്ടായിരിക്കുന്നു. ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഗ്ലാമർ പോസ്റ്റായി കണക്കാക്കുന്ന ഒരു തസ്തികയാണ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഗ്ലാമർ പോസ്റ്റായിട്ട് യുവാക്കൾ കാണുന്ന ഒരു പോസ്റ്റാണ്. അവിടെ നിന്ന് അതിലേക്ക് പോയി അയാൾ പുറകിലേക്ക് ഒരു വെറും കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ ബറ്റാലിയനിലെ ഹവിൽദാറായി തിരിച്ചു പോകാനുള്ള മാനസിക നിലയിലേക്ക് അയാൾ എത്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ പോലീസ് ട്രെയിനിങ് മുതലേ ഈ മാനസിക സംഘർഷം അവരിലേക്ക് എത്തുന്നു. ഇതിൻ്റെ ഒരു ബേസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇത് എൻ്റെ പരാതികൾ കേൾക്കാൻ ഇവിടെ സംവിധാനമില്ല. ഒന്ന്, അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പരാതികൾ കേൾക്കാൻ സംവിധാനമില്ല, കേൾക്കാൻ ആളില്ല, ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സംവിധാനവുമില്ല. മേലുദ്യോഗസ്ഥൻ, പ്രത്യേകിച്ചും ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ അയാൾക്ക് കാണാമെന്നുള്ളത് ഒരു ജില്ലാ മേലധികാരിയെയാണ്. ജില്ലാ മേലധികാരിയെ ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണാൻ പോയാൽ കാണാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മിക്കവാറും മേലുദ്യോഗസ്ഥർ, നിങ്ങൾ താഴെയുള്ള ഏതെങ്കിലും കീഴുദ്യോഗസ്ഥനെ കണ്ടിട്ട് പോ എന്ന് പറഞ്ഞ്
ഇത് വിടുകയാണ്. പോലീസ് ആസ്ഥാനത്തൊക്കെ മണിക്കൂറുകളോളം DGP കാണാൻ പുറത്ത് ആൾക്കാർ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്ത് മാത്രമല്ല, ജില്ലാ മേലധികാരികളുടെ ഓഫീസിലും അത് തന്നെയാണ് സ്ഥിതി. ഇയാള് എല്ലാ പഴുതുകളും അടഞ്ഞ് അവസാനത്തെ ചാൻസിലായിരിക്കും ഉന്നത ഉദ്യോഗസ്ഥനെ കാണാനെത്തുന്നത്. ആ ഉന്നത ഉദ്യോഗസ്ഥൻ ഇയാൾക്ക് കാണാൻ അവസരം കൊടുക്കുകയും ഇയാളുടെ പ്രശ്നം എന്താണെന്ന് കേൾക്കാൻ തയ്യാറാവുകയും അയാളെ ഒന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഒന്ന് ഇരുത്തി വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും അതിന് പരിഹാരം കാണുവാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്താൽ ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ അവസാനിക്കും. പക്ഷേ നമ്മളെ മേലുദ്യോഗസ്ഥരാരും അതിനുള്ള മാനസിക നില ഇല്ലാത്തവരാണ് ഭൂരിപക്ഷം ആളുകളും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ. മേലുദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ IPS ഓഫീസേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ മലയാളികളുണ്ട്, ഉത്തരേന്ത്യക്കാരുണ്ട്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഈ മലയാളികളും ഒരു പരിഗണനയും കൊടുക്കാറില്ല എന്നാണ് പറയുന്നത്. മലയാളികളായ ഉദ്യോഗസ്ഥർ പോലും, ഞാൻ പറഞ്ഞല്ലോ, മലയാളികളെന്നോ ഉത്തരേന്ത്യക്കാരെന്നോ നമ്മൾ തരംതിരിക്കേണ്ട. IPS പിന്നെ കണ്ണിച്ചോരയില്ല. ഉദ്യോഗസ്ഥരിലുള്ളവരും താഴേക്കുള്ളവരിലും കുറേ ആളുകൾ അങ്ങനെ ഉണ്ട്. താഴേക്കുള്ള ആളുകൾ പോലീസിൻ്റെ ഏറ്റവും വലിയ ഗതികേട് അല്ലെങ്കിൽ മൂല്യച്യുതി എന്ന് ഞാൻ പറയുന്നത്, കീഴേ ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു പരാതിയുമായോ അല്ലെങ്കിൽ ഒരു ആവശ്യവുമായോ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയാൽ ഇരുന്ന് സംസാരിക്കാനുള്ള അവസരം പോലും കൊടുക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ജയറാം പടിക്കൽ എന്ന പേരുള്ള ഒരു DGP കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കാണാൻ ആരെങ്കിലും ചെന്നാൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കിടക്കുന്ന കസേരയിൽ ഇരിക്കാൻ പറയും. അത് പരാതിക്കാരനാകട്ടെ, പൊതുജനമാകട്ടെ, പോലീസ് കോൺസ്റ്റബിൾ ആകട്ടെ, വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം കാര്യം കേൾക്കുകയുള്ളൂ. കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ കസേര എനിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഇവിടെ ഒരു കസേരയുടെ ആവശ്യമുള്ളൂ. ഇവിടെ കസേര സർക്കാർ വാങ്ങിച്ചിട്ടിരിക്കുന്നത് എന്നെ കാണാൻ വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ളതാണ്. പക്ഷെ ആ ബോധം ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്കും താഴെയുള്ളവർക്കും ഇല്ല എന്നുള്ള ഒരു സത്യമാണ്. രാജീവ് ഗാന്ധിയുടെ കയ്യിൽ നിന്ന് സോർഡ് ഓഫ് എക്സലൻസ് വാങ്ങിയ കേരളത്തിലെ ആദ്യത്തെ IPS ഓഫീസറാണ് ജയറാം പടിക്കൽ. പക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിൽ പിന്നീട് സംഭവിച്ചതെല്ലാം പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ പോലുള്ള കഴിവുള്ള ഉദ്യോഗസ്ഥർ ഈ പോലീസ് സേനയ്ക്ക് അസറ്റായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്റ്റേഷൻ തലത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, കുറച്ചുനാൾ 7ാം പോലീസ് കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സംസ്ഥാനത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ അസോസിയേഷനുകൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പിണറായി സർക്കാർ ഇങ്ങനെ തീരുമാനിക്കുന്നത്. സ്റ്റേഷനുകളുടെ ഭരണം CIമാരെ ഏൽപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് 2 SIമാർ, ഒരാൾ ലോ ആൻഡ് ഓർഡർ നോക്കുന്നു, മറ്റേയാൾ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ നോക്കുന്നു. ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒന്നും പരിഹരിക്കപ്പെടുന്നില്ല. ശരിയാണോ? അല്ല, അങ്ങനെയല്ല. അതൊരു സതുദ്ദേശത്തിലാണ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ആളുകളെ പോലീസ് സ്റ്റേഷനിലെ SHOമാരാക്കി വെച്ചത്. പോലീസ് സ്റ്റേഷനുകളിൽ, പല പോലീസ് സ്റ്റേഷനുകളിലും, വലിയ പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നിൽ കൂടുതൽ SIമാരുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ SI 1, 2, 3 ഈ 3 പേരും ഡയറക്റ്റ് സബ് ഇൻസ്പെക്ടറായി സർവീസ് കയറിയ ആളുകളാണ്. അതുകൂടാതെ ഒരു 3-4 പ്രൊമോട്ടഡ് SIമാരുമുണ്ട്. അങ്ങനെയുള്ള വലിയ പോലീസ് സ്റ്റേഷനുകളിൽ SIമാരുടെ എണ്ണം കൂടുതലായിരിക്കുമ്പോൾ അവരെ നിയന്ത്രിക്കാനും ഭരണ ചുമതലയും ഒരു ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരാളാകുമ്പോൾ അത് നന്നായി പോകും എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കാം ഇത് കൊണ്ടുവന്നത്. പക്ഷേ അത് ഈ ഡയറക്റ്റായി കയറിയവരോ ഒന്നിൽ ഒരേ ബാച്ചുകാരോ ആയിരിക്കും CIയും താഴെയുള്ള SIമാരുമില്ല. റാങ്ക് ലിസ്റ്റിന്റെ സീനിയോറിറ്റി അനുസരിച്ച് ആരെങ്കിലും വന്നതായി മേളിലോട്ട് കയറും. അതെ, അവർ തന്നെ ഒരു പരസ്പരം ഒരു ഈഗോയും ഒരു ധാരണയില്ലായ്മയും ഇതിനെ ഒരു പരിധിവരെ ഈ പരിഷ്കാരം അവതാളത്തിലാക്കി എന്നുള്ളതാണ് സത്യം. പിന്നെ ഇത് നടപ്പിലാക്കിയപ്പോൾ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും SHO ഇൻസ്പെക്ടർ റാങ്കിലുള്ള ആളിനെ വയ്ക്കരുതായിരുന്നു. ചെറിയ പൊന്മുടി പോലീസ് സ്റ്റേഷനിൽ, വളരെ കുറഞ്ഞ ക്രൈം നടക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻസ്പെക്ടർ SHO ആയി വയ്ക്കേണ്ട കാര്യമില്ല. അതേസമയം ഫോർട്ട്, മെഡിക്കൽ കോളേജ്, മ്യൂസിയം തുടങ്ങിയുള്ള വലിയ പോലീസ് സ്റ്റേഷനുകളിലാണെങ്കിൽ നമ്മൾക്ക് അത് ഇന്നതിനാണ് വച്ചത്. പക്ഷേ ഫോർട്ടിൽ നേരത്തെ തന്നെ CI ആണ്. ഈ പരിഷ്കാരം വരുന്നതിന് മുന്നേ തന്നെ CI ആണ് SHO. അതാണ് പറഞ്ഞത്, അതിൻ്റെതായ ഗുണവും അവിടെ ഉണ്ട്. അപ്പോൾ അത്തരം വലിയ പോലീസ് സ്റ്റേഷനുകളിൽ അങ്ങനെ വച്ചാൽ ഇതുകൊണ്ട് ഫലമുണ്ടായിരുന്നു. പിന്നെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് വർഷങ്ങളായി സബ് ഇൻസ്പെക്ടറായി കയറുന്ന ആളുകൾക്ക് പ്രൊമോഷൻ ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിനൊരു മാറ്റം വരുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. പക്ഷേ
അത് ഇത്രയും SHOമാരായി ഇൻസ്പെക്ടർമാരെ വച്ചത് കൊണ്ട് മാത്രം പ്രൊമോഷൻ്റെ പ്രശ്നങ്ങൾ തീരുമില്ല. ഇന്ന് DYSPമാരുടെ എണ്ണവും കൂട്ടണമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള ഡിവിഷനുകളാണ് ഇന്ന് കേരളത്തിലുള്ള. ഇടയ്ക്ക് 2-3 വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഒരു DYSPക്ക് ശ്രദ്ധിക്കുവാൻ പറ്റുന്ന ഏരിയ അല്ല ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പം ഡിവിഷനുകളുടെ എണ്ണം കാലത്തിനനുസരിച്ച് കുറയ്ക്കണം. അപ്പം പ്രൊമോഷൻ സാധ്യതയും കൂടും, ഇവരുടെ ശ്രദ്ധ പൂർണ്ണമായും ആ ഏരിയയിൽ പതിക്കാനും സാധിക്കും. അങ്ങനെ ഒരു മുൻ കാഴ്ചപ്പാടുകളില്ലാതെ പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ ദോഷമാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തി. നേരത്തെ താങ്കൾ പറഞ്ഞ ഒരു ഈഗോയുടെ വിഷയം പറഞ്ഞായിരുന്നു. ഇതിൽ ഈ ഡയറക്റ്റായിട്ട് SI ആയി കയറിയ ആൾക്കാരും പ്രൊമോട്ടഡ് SIമാരും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ഇവിടെ വർക്കൗട്ട് ആവുകയും അത് പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും താങ്കളുടെ ഒരു? അങ്ങനെ വലുതായിട്ട് പോലീസ് സ്റ്റേഷനുകളിലൊന്നും പിന്നെ ഇല്ല. പക്ഷേ ഈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രൊമോട്ടഡ് SIമാരുണ്ട്. അല്ല, ചില ആളുകൾ പ്രൊമോട്ടഡ് SIമാർ മുൻകാലങ്ങളിൽ പല പോലീസ് സ്റ്റേഷനിലും പ്രൊമോട്ടഡ് SIമാർ SHOമാരായി നന്നായി പ്രവർത്തിച്ച കാലഘട്ടം. പടയപ്പ എക്സാമ്പിൾ അതെ, തമ്പാനൂർ മാത്രം. അങ്ങനെയുള്ള ഒത്തിരി പ്രൊമോട്ടഡ് SIമാർ കേരള സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം വളരെ ഭംഗിയായി ജോലി ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ എക്സ്പീരിയൻസ് ആണ്, അവർക്ക് വർക്കറിയാം, ക്രൈം വർക്ക് അറിയാം, ലാൻഡ് ഓർഡർ ഇത് കൈകാര്യം ചെയ്യാനറിയാം. ഒരു പോലീസ് സ്റ്റേഷനിൽ എല്ലാം എന്ന് പറയുന്ന ഒരു SHOയാണ്. ഒരു നിസ്സാരമായ പ്രശ്നത്തിന് ഒരു SHO കൈകാര്യം ചെയ്യുന്നതിലൂടെ ആ വിഷയം ആളിക്കത്തി വലുതായി മാറാൻ ഇടയാവും. പക്ഷെ ഒരു വലിയ പ്രശ്നം അത് തന്മയത്തോടെ കൈകാര്യം ചെയ്താൽ നിസ്സാരമായി അത് ഒതുക്കി തീർക്കാനും പറ്റും. അപ്പോൾ SHO എന്ന് പറയുന്നത് ഒരു നാട്ടിൻ്റെ ലാൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം. അതിൽ എനിക്ക് ഒരു അഭിപ്രായമുള്ളത്, ഇവിടെ പോലീസിനകത്ത് ആധുനികമായ ട്രെയിനിങ് കിട്ടുന്നത് IPS തലത്തിലേക്ക് മാത്രമാണ്. ഈ സബ് ഇൻസ്പെക്ടറായി അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിളായി ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന ആൾ ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ആധുനികമായ ക്ലാസ്സുകളൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. ട്രെയിനിങ് ഒന്നും സഫീഷ്യൻ്റ് അല്ല എന്നാണോ പറയുന്നത്? ഒരിക്കലും അല്ല. ഇതൊക്കെ ഒരു എന്തിനോ വേണ്ടി കാട്ടിക്കൂട്ടുന്നത് പോലെ പോകുന്നതാണ്. പക്ഷേ ആധുനികമായ കാലത്തിനനുസരിച്ച് പൊതുജനത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള എല്ലാ ട്രെയിനിങ്ങും കിട്ടുന്നത് IPS ഉദ്യോഗസ്ഥർക്കാണ്. ആ IPS ഉദ്യോഗസ്ഥൻ സാധാരണക്കാരനുമായി പൊതുജനവുമായി മിങ്കിള് ചെയ്തോ അല്ലെങ്കിൽ അവനെ ഫേസ് ചെയ്തോ ഒരു ജോലിയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വരുന്നത്. ജനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത് താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ. അവർക്കാണ് ശരിക്കും ട്രെയിനിങ് കിട്ടേണ്ടത്. ഇതിൻ്റെ ആവശ്യം അവർക്ക് അതിൻ്റെതായ ട്രെയിനിങ് കിട്ടണം. അവർക്ക് കേന്ദ്ര ഏജൻസികളിലും പാരാമിലിറ്ററി സർവീസിലൊക്കെ പോകാനുള്ള ഡെപ്യൂട്ടേഷനിൽ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും കിട്ടുന്നില്ല. അങ്ങനെ കിട്ടിയാലേ ഇത് മാറത്തുള്ളൂ. അല്ല, അങ്ങനെ എല്ലാവർക്കും അതിനുള്ള ചാൻസ് കിട്ടിയെന്നിരിക്കില്ല. പക്ഷേ സമൂഹവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കാലാകാലങ്ങളുള്ള കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവരിലേക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? കുറച്ചുകളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് 8 മണിക്കൂറായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി സമയം നിജപ്പെടുത്തണമെന്നുള്ളത്. ഇത് ശരിക്കും പ്രായോഗികമാണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ എന്താ ഒരു പരിഹാരം എന്താണ്? ഈ 8 മണിക്കൂർ ജോലി സമയ ക്രമീകരണം എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും പോലീസിൻ്റെ താഴെത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന് അവൻ്റെ പ്രശ്ന പരിഹാരത്തിന് ഷിഫ്റ്റ് സമ്പ്രദായം തന്നെയാണ്. ഈ അടുത്ത കാലത്ത് കർണാടകയിൽ അങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നു. അത് പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പോലീസ് സ്റ്റേഷനിൽ ഷിഫ്റ്റ് സമ്പ്രദായം കൊണ്ടുവരണമെങ്കിൽ അതിന് ആ ഏരിയയിലുള്ള ഡ്യൂട്ടി ചെയ്യുവാനുള്ള സ്ട്രെങ്ത് പോലീസ് സ്റ്റേഷനിലുണ്ടാവണം. ഒന്ന്, വർഷങ്ങൾക്ക് മുമ്പുള്ള സാങ്ഷൻ്റെ സ്ട്രെങ്ത് വെച്ച് കാലത്തിനനുസരിച്ചുള്ള ഡ്യൂട്ടികൾ ചെയ്യാൻ പറ്റില്ല. കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകളെല്ലാം പുത്തൻ പദ്ധതികൾ കൊണ്ടുവരും. ജനമൈത്രി പോലീസ്, സ്റ്റുഡൻസ് പോലീസ്, വയോജന പോലീസ്, ഇപ്പം സൈബർ കുറ്റകൃത്യങ്ങളടക്കം ഇങ്ങനെ ഓരോ പദ്ധതികൾ ഇങ്ങനെ കൊണ്ടുവരും. ഇത് ആര് ഈ ജോലി ചെയ്യും എന്ന് ഈ പദ്ധതികൾ കൊണ്ടുവരുന്നവർ ചിന്തിക്കുന്നേയില്ല. ഉള്ള ആളുകളെ കൊണ്ട് ഈ ജോലികൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു 50 പേര് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ആ 50 പേരിൽ നിന്നുള്ള ആളുകൾ കുറേ ആളുകൾ
DYSP ഓഫീസിലെ സ്റ്റാഫ്, കുറേ ആളുകൾ പിന്നെ ജില്ലാ മേലധികാരിയുടെ ഓഫീസിലെ സ്റ്റാഫ്, കുറേ ആളുകൾ വേറെ സൈബർ സെല്ലോ അങ്ങനെയുള്ളിടത്തോ ഇതിന്, കുറേ ആളുകൾ SP യുടെ സ്വന്തം ആളായിരിക്കും. SP യുടെ അല്ല, ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടെ നിൽക്കുന്ന PSO എന്ന പേരിൽ അറിയപ്പെടുന്ന കുറേ ആളുകളും ഈ പോലീസ് സ്റ്റേഷനിൽ കുറേ ചിലയിടത്തുനിന്നെങ്കിലും പോയിട്ടുണ്ട്. ഇത്രയൊക്കെ PSOമാരുടെ ആവശ്യമുണ്ട്? ഞാൻ കൃത്യമായി പേര് പറയുന്നില്ല, IPS ക്വാർട്ടേഴ്സ് ഒന്ന് കൂട്ടിക്കോളൂ. അവിടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ പോയപ്പോൾ 6 ഗൺമാന്മാരാണ് പുറത്ത് കിടക്കുന്നത്. ഒരു കാലിത്തൊഴുത്ത് കണക്കൊരു ഷെഡിനകത്ത് 6 പേർ PSOമാരായിട്ടാണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓഫീസേഴ്സായിട്ടാണ്. PSO ഈ നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറിയാണ് നമ്മൾ പോകുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഷിഫ്റ്റ് സമ്പ്രദായം കൊണ്ട് ഉപയോഗം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഷിഫ്റ്റ് സമ്പ്രദായം കൊണ്ട് ഉപയോഗം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് ഈ സ്ട്രെങ്ത് മൊത്തം പോലീസ് സ്റ്റേഷനിലുണ്ടെങ്കിൽ ഇവരെ തിരികെ കൊണ്ടുവരണം, ഇവരെ എല്ലാവരെയും തിരികെ കൊണ്ടുവരണം. ആ സ്റ്റേഷനിൽ 50 പേര് ആ സ്റ്റേഷൻ്റെ സ്ട്രെങ്ത് ആണെങ്കിൽ 50 പേരുണ്ടെങ്കിൽ ആ 50 പേരെയും 3 ഷിഫ്റ്റ് ആണെങ്കിൽ 3ആയി ഡിവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ ഡ്യൂട്ടി വിഭജിക്കണം. റൈറ്റർ, അസിസ്റ്റൻ്റ് റൈറ്റർ, പിന്നെ ഇത് ഒരു ദിവസം വേണ്ട പെട്രോളിങ്ങിന് വേണ്ട ആളുകൾ, ഇത് കോടതി ഡ്യൂട്ടിക്കാരൻ, PR സർവീസുകാരൻ, അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിവിധ ഡ്യൂട്ടികളുണ്ട്. പോയിന്റ് ക്ലിയർ ആണ്. താങ്കൾ പറയുന്നത് പോലെ ഈ എന്താ പറയുക, അൺവാണ്ടഡ് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ വേക്കൻസിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വാട്ട് ഇറ്റ് മേ ബി എന്തിൻ്റെയൊക്കെ പേരിൽ എവിടെയൊക്കെയോ ഡിപ്ലോയ് ചെയ്തേക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം അവരുടെ മദർ സ്റ്റേഷനിലോട്ട് തിരികെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, എന്നിട്ട് താങ്കൾ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് ഡ്യൂട്ടി വീതം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിലവിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റും, ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. ഓക്കെ. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അത് താങ്കൾ പറയുന്ന വാദം ശരിയാണെങ്കിൽ പോലും അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് അല്ല, അത് നടപ്പിലാക്കിയാലല്ലേ നമ്മൾ മാറ്റങ്ങളാണല്ലോ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിലവിലൊരു ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു സജഷനായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ യോഗ പഠിപ്പിക്കാമെന്നുള്ളതാണ്. ഇതിന് മുൻപ് ഒരു സംസ്ഥാന പോലീസ് മേധാവി ഇതേ മെക്കാനിസം ഒക്കെ പ്രയോഗിച്ച് പരാജയപ്പെട്ടതാണ്. എല്ലാ ദിവസവും രാവിലെ യോഗയ്ക്ക് എത്താത്ത പോലീസുകാർക്കെതിരെ പിന്നെ അച്ചടക്ക നടപടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മൂക്കിൻ തുമ്പിൽ ഉണ്ടായി. ശരിക്കും ഈ യോഗയൊക്കെ വല്ല പ്രയോജനമുള്ള കാര്യമാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യാൻ ആളില്ല, സമയമില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഈ കതിരിന്മേൽ പിന്നെ വളം വയ്ക്കുന്നു എന്ന് പറയുന്ന പോലെ യോഗ നടത്തിയത് കൊണ്ട് എന്താണ് മാറ്റം എന്നെനിക്ക്, അയാളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ ഉത്തരവിടുന്ന ആൾ അയാളുടെ മാനസികമായ ആവശ്യങ്ങൾ എന്താണെന്ന് കേൾക്കാൻ ആദ്യം തയ്യാറാകട്ടെ, എന്നിട്ട് യോഗയ്ക്ക് ഓർഡർ ചെയ്യട്ടെ. യോഗ എവിടെ വേണമെന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി യോഗ പഠിപ്പിക്കണം. എന്നിട്ട് അയാളുടെ ജീവിതത്തിൽ അത് ആവശ്യമാണെന്ന് കണ്ട് അയാൾ സ്വയം അറിഞ്ഞ് യോഗ ചെയ്ത് മുമ്പോട്ട് പോകും. അല്ലാതെ പോലീസുകാർ പരേഡ് കണക്ക് ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല. അല്ല. പിന്നെ താങ്കൾ പറഞ്ഞത് PSOമാരുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ PSOമാരെ താങ്കൾ പറഞ്ഞ 8 പേര് 10 പേരൊക്കെ ഉണ്ടെന്ന്, അതിൽ കൂടുതലും ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ കാര്യം, ഒരു IPS ഉദ്യോഗസ്ഥൻ ഇവിടെ IPS ഉദ്യോഗസ്ഥനായി ചുമതലയേറ്റാൽ ASP മുതൽ തുടങ്ങുന്ന പല ഘട്ടങ്ങളിലെ പോസ്റ്റിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഇവിടെ വരുമ്പോൾ 3 പേരെ PSO ആയിട്ട് എടുക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ 3 ഷിഫ്റ്റായിട്ട് അങ്ങ് ജോലി ചെയ്യാനായിട്ട്. 3 ഷിഫ്റ്റൊന്നും അല്ല, ഒറ്റ ഷിഫ്റ്റ്. അവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രൈവറെ പണി ചെയ്യുന്ന ആളുണ്ട്, പിന്നെ കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുന്ന ആളുണ്ട്, എന്ന് പറഞ്ഞാൽ വീട്ടുപണി അതിനു വേണ്ടി എടുക്കുന്ന ആളുകൾ. ഇദ്ദേഹം അടുത്ത പ്രൊമോഷനായി വേറെ ഏതെങ്കിലും ജില്ലയിലേക്ക് പോകും. ഈ 3 പേര് മാറിപ്പോകുന്നില്ല. ആ ജില്ലയിലേക്ക് പോകുമ്പോൾ അവിടുന്നും 1-2 ആളുകളെ എടുക്കും. അന്നേരം ഈ 3 പേര് ഇവിടെ തന്നെ എടുക്കും. അങ്ങനെ കാലാകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ എണ്ണം വർദ്ധിച്ചു വരും. അതിലേക്കാളും ഒരു രസമായ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഈ സ്ഥിരമായി 10-15 വർഷം കൂടെ നിന്ന ആള് വിവാഹത്തിന് വേണ്ടി 2 മാസമോ 1 മാസമോ ലീവ് എടുത്താൽ ഇദ്ദേഹത്തിനേക്കാളും കൂടുതൽ വീട്ടുകാരുമായിട്ടായിരിക്കും. മാഡം, പിന്നെ എൻ്റെ ഒരു പരിചയമുള്ള കുഴപ്പമില്ലാത്ത ഒരു ആളുണ്ട്, അയാളെ ഞാൻ ഒന്ന് എടുക്കും. അപ്പോൾ ഇയാൾ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ പഴയ നിന്നയാളുമായി അങ്ങനെ എണ്ണങ്ങൾ. അത് മാത്രമല്ല, ഒരാളിൻ്റെ കൂടെ എത്ര പേര് ഉണ്ട് എന്ന് ഒരിടത്തും കണക്കില്ല. ഇതെല്ലാം കാർപ്പറ്റിനടി കൂടെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ്റെ കൂടെ ഇന്നാര് ഡ്യൂട്ടി, എല്ലാം വാക്കാലാണ്. 90% വാക്കാലാണ്. ഇന്നാര് ഡ്യൂട്ടി എന്ന് മാത്രം അവിടെ എഴുതി കാണിച്ചേക്കും. SIP ക്യാമ്പിൽ നിന്നും വർഷങ്ങൾക്കുള്ളത് എഴുതി കാണിച്ചേക്കും. കണ്ണൂർ KIP ക്യാമ്പിൽ നിന്നും എഴുതി കാണിച്ചേക്കും. വേറൊരു ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഴുതി കാണിച്ചേക്കും. ഇതിനൊന്നും
ബേസിക്കായിട്ട് ഒരിടത്ത് നിന്ന് ആൾ വിടുന്നില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ സേവിക്കേണ്ട പോലീസ് IPSകാരെ സേവിച്ച് കാലം കഴിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും കാലാകാലങ്ങളിൽ ഇതെല്ലാം തിരിച്ചെടുക്കാനൊക്കെ പലരുമൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഒരു വിവാദം വരുമ്പോൾ ഓർഡറൊക്കെ വരും, പക്ഷെ എല്ലാം പഴയ പോലെ വീണ്ടും പഴയതുപോലെ ആകും. ഇപ്പോൾ 20 വർഷം കൊണ്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ സ്റ്റാഫായി നിന്ന കുറേ ആളുകളെ പുതിയ DGP മാറ്റിവിട്ടിട്ടുണ്ട്. 20 വർഷം പോലീസ് സേന എന്തെന്നറിഞ്ഞുകൂടാതെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന ആളുകളെ ഇപ്പോൾ മാറ്റിവിട്ടിട്ടുണ്ട് ഈ DGP. നല്ല കാര്യമാണ്. കാര്യം പോലീസെ അവർ മറന്നുപോയി. അത് മാത്രമല്ല, മുമ്പ് ഈ PSOമാരായി നിൽക്കുന്ന, പണ്ട് ഇതിൻ്റെ പേര് ഓർഡർലി എന്നായിരുന്നു, അത് പിന്നെ പേര് മാറ്റപ്പെട്ടതാണ്. അന്ന് നിർബന്ധമായും ഈ PSOമാരായി നിൽക്കുന്ന ആളുകൾ അയാൾ എവിടത്തെ സ്ട്രെങ്ത് ആണോ, അതായത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ സ്ട്രെങ്ത് ആണെങ്കിൽ അയാൾ ഒരാഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം അവിടെ പരേഡിന് പോയിരിക്കണം നിർബന്ധമായും. പിന്നെ ഒരു മാസത്തിൽ 2-3 ദിവസം അയാൾക്ക് ആ പോലീസ് സ്റ്റേഷനിലെ ജനറൽ ഡ്യൂട്ടി പോയി ചെയ്തിരിക്കണം എന്ന് നിർബന്ധമായും ഡ്യൂട്ടിക്ക് അയക്കുമായിരുന്നു. ലക്ഷ്മണ എന്ന് പറയുന്ന പിന്നെ ഇവിടെ കമ്മീഷനായിരുന്ന അദ്ദേഹമൊക്കെ കമ്മീഷനായിരുന്നപ്പോൾ ഇതെല്ലാം സ്ട്രിക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനാണോ എന്ന് പോലും ബാക്കിയുള്ള ആളുകൾക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഇയാൾ സേനയിലേക്ക് തിരിച്ചു വന്നിട്ട് വർഷങ്ങളായി. താങ്കൾ പറഞ്ഞ ഈ ഒരു വിഷയം പ്രസക്തമാണ്. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥർ IPS ഓഫീസേഴ്സ് കൂടെ നിർത്തുന്നു എന്ന് പറയുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല ഉദ്യോഗസ്ഥരും ഇത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഈ ജോലി ചെയ്യുന്നത്. കാരണം മറ്റു പണികൾ ചെയ്യേണ്ട, സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി നിൽക്കേണ്ട, കല്ലേറ് കൊള്ളണ്ട, അടി കൊള്ളണ്ട, വെയിൽ കൊള്ളണ്ട, സുഖമായിട്ട് IPSകാരൻ്റെ കാർ ഷെഡിൽ കിടന്നാൽ മതി. പോലീസുകാർ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എങ്ങനെ കാണാൻ പറ്റും? ഇതിനെ ആ വ്യക്തിയുടെ സുഖങ്ങൾ മാത്രം നോക്കിയാൽ പോരല്ലോ. ഈ ഉദ്യോഗസ്ഥരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയാമോ? ഇപ്പം പോലീസ് സേനയിലേക്ക് കടന്നു വരുന്ന ആളുകൾ PG, പോസ്റ്റ് ഗ്രാജുവേഷൻ, ജേർണലിസം, പിന്നെ ഇത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ആളുകളാണ്. MBAക്കാരുണ്ട്. അവരാണ് ഈ തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്ത് പോലീസ് സേനയിലേക്ക് കടന്നു വരുന്ന ആ ഉദ്യോഗസ്ഥരാണ് ഈ വീട് പണിയെടുക്കാനും ഓഫീസ് പണിയെടുക്കാനും ഡ്രൈവറുടെ പണിയെടുക്കാനും എല്ലാം പോയി നിൽക്കുന്നത് ഇവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് സുഖമാണ്, പക്ഷേ അവർ പോയി നിൽക്കുമ്പോൾ അവരുടെ ജോലി മറ്റുള്ളവർ ചെയ്യുമ്പോഴാണ് പോലീസ് സേനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ എടുക്കുന്ന ആളുകളെ ഇപ്പം HQ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് എല്ലാ ജില്ലയിലും വെച്ചിട്ടുണ്ട്. അവിടെ സാങ്ഷൻഡ് സ്ട്രെങ്ത് അഡീഷണൽ ഉണ്ടാക്കിയിട്ട് ഈ ജില്ലയിലെ മേലുദ്യോഗസ്ഥന് അവിടുന്ന് മാത്രമേ ആളിനെ അയക്കാവൂ. പിന്നെ DOSPയുടെ ഓഫീസിൽ അവിടുന്ന് മാത്രമേ അയക്കാവൂ. SP-യുടെ ഓഫീസിൽ അവിടുന്ന് മാത്രമേ അയക്കാവൂ. ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളിനെ എടുത്ത് ഇത്തരം ഡ്യൂട്ടികൾക്ക് നിയോഗിക്കാൻ പാടില്ല എന്ന് നിർബന്ധമായും ഇവിടെ സ്ട്രിക്റ്റായ നിയമം വന്നാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുകയുള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥരുടെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കൂടെ ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം കാലാകാലങ്ങളിൽ കിട്ടേണ്ട പലവിധ ആനുകൂല്യങ്ങൾ, ഇപ്പോൾ ശബരിമല ഡ്യൂട്ടിക്കൊക്കെ പോയിരുന്നവർക്കൊക്കെ സ്പെഷ്യൽ അലവൻസ് ഉൾപ്പെടെയുള്ള പലവിധ ആനുകൂല്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇല്ല എന്ന് പലരും പരാതി പറയുന്നു. അതുപോലെ തന്നെ കാലാകാലങ്ങളിലുള്ള ഇൻക്രിമെൻറ്റോ ഈവൻ എന്താ പറയുക, ഒരു കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ വാഹനത്തിൽ ഡീസൽ അടിക്കാൻ പോലും കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുത്ത കഥകളൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്താ അങ്ങനെ ഒരു അവസ്ഥ? അല്ല, അങ്ങനെയല്ല. ഇൻക്രിമെൻറ്റ് അങ്ങനെ ഉള്ളതിനൊന്നും തടസ്സങ്ങളൊന്നുമില്ല. അതൊക്കെ കാലാകാലങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ പോലീസിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളൊരു സത്യം. മുൻകാലങ്ങളിൽ ഓണം ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന പോലീസുകാരന് സ്പെഷ്യൽ അലവൻസ് അനുവദിക്കപ്പെടുമായിരുന്നു. കാര്യം തിരുവോണത്തിന് പൊതുജനം അയാളുടെ കുടുംബവുമായി ഇരുന്ന് സദ്യ ഉണ്ണുമ്പോൾ അവർക്ക് സംരക്ഷണം നൽകാൻ ഒരു ഹോട്ടൽ പോലും ഇല്ലാത്ത സ്ഥലത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അവർക്ക് കാവൽ നിൽക്കുന്നതാണ്. അപ്പോൾ അയാൾക്കുണ്ടാവുന്ന ആ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അയാൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, എന്നാൽ പോലും അതിനൊരു അലവൻസ് അന്ന് കിട്ടിയിരുന്നു. അത് നിർത്തപ്പെട്ടു. ശബരിമല മെസ് അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിർത്തപ്പെട്ടു. മാത്രമല്ല, ക്യാമ്പുകൾ മൊബിലൈസ് ചെയ്യപ്പെടും കൂടെ. അതായത് പ്രത്യേക ഒരു ലാൻഡ് ഓർഡർ ഇഷ്യൂവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ക്യാമ്പുകൾ മൊബിലൈസ് ചെയ്യപ്പെടും. മൊബിലൈസ് ചെയ്യുമ്പോൾ ഇരട്ടി ശമ്പളം മൊബിലൈസ് അലവൻസ് കൊടുക്കുമായിരുന്നു. അതൊക്കെ പോലീസുകാർക്ക് ലഭിച്ചിട്ട് കാലങ്ങളായി. അങ്ങനെ ഒന്നും ഉണ്ടോ എന്നും ഇപ്പോഴത്തെ പോലീസ് ഇവിടെ ഇടപെടലൊക്കെ നടത്തേണ്ട അസോസിയേഷനുകളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? അസോസിയേഷൻ ചെയ്യുന്നുവെന്ന് പുറമേ നടിക്കുകയാണ്. പക്ഷേ അസോസിയേഷനിൽ പോലീസുകാരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവർ വളരെ, ഇന്നത്തെ പ്രവർത്തന ശൈലിയോട് എനിക്ക് വിഷമമുണ്ട്. കാരണം ഞാൻ മുൻ സംഘടനാ ഭാരവാഹിയായിരുന്നു. സംഘടന ഉണ്ടായത് ഇന്ത്യയിൽ
പല സംസ്ഥാനത്തും പോലീസിനകത്ത് പ്രശ്നങ്ങളുണ്ടായപ്പോൾ പലയിടത്തും സമരങ്ങളെല്ലാം ഉണ്ടായ കാലത്താണ് പോലീസുകാർക്ക് സംഘടന പോലീസ് സംഘടനയ്ക്ക് അന്ന് ധർമ്മവീര കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു കമ്മീഷനെ സെൻട്രൽ ഗവൺമെൻറ് ചുമതലപ്പെടുത്തുകയും ആ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ പല സംസ്ഥാനത്തും അസോസിയേഷനുകൾക്ക് ആവിർഭാവം ഉണ്ടായി. കേരളത്തിൽ 1979 ഈ മുൻ മുഖ്യമന്ത്രി, അതായത് അന്നത്തെ ആഭ്യന്തരമന്ത്രി, 1979 ആഭ്യന്തരമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറാണ് കേരളത്തിൽ പോലീസ് സംഘടനയ്ക്ക് അനുവാദം കൊടുത്തത്. ആ പോലീസ് സംഘടനയിൽ രാഷ്ട്രീയം വരാൻ പാടില്ല എന്ന് അതിൻ്റെ ബൈലയിൽ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് പോലീസ് സംഘടനയ്ക്കകത്ത് രാഷ്ട്രീയ തിമിരം വന്നുപോയി. അപ്പോൾ എൻ്റെ സംഘടനയുടെ അംഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കേണ്ട സംഘടനാ നേതൃത്വം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വളരുവാനുള്ള വളക്കൂറായി മാറരുത് എന്നാണ് എനിക്ക് അഭിപ്രായം. ഇന്ന് അങ്ങനെ മാറി. പക്ഷേ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ, അസോസിയേഷൻ നേതാക്കളുമാരെ സംസാരിക്കുമ്പോഴൊക്കെ ചിലരെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ കാരണം പോലീസുകാരുടെ പ്രശ്നങ്ങൾ അവർക്കറിയാം, പക്ഷേ മുകളിലോട്ട് പോയിട്ടൊന്നും കാര്യമില്ല എന്നാണ് പറയുന്നത്. അതാണ് പ്രശ്നം. അതാണ് സത്യം. നിലവിൽ സംഘടന പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ഡിപ്പാർട്ട്മെൻറ്റ് മേലധികാരികളും സർക്കാരും തയ്യാറായാൽ മാത്രമേ സംഘടനയ്ക്ക് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അത് അംഗീകരിച്ചെടുപ്പിക്കാനും സാധിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്കൊരു അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ഒരു ഭാഗത്ത് പൊളിറ്റിക്കൽ പ്രഷർ, മേലിൽ നിന്ന് കൃത്യമായി കൃത്യനിർവഹണം നടത്തുവാൻ സാധിക്കുന്നില്ല. മറുഭാഗത്ത് IPS ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഹറാസ്മെൻറ്റ്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു മുൾമുനയിൽ നിന്നാണ് സാധാരണ പോലീസുകാർ ജോലി ചെയ്യുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ ഇനിയും ആത്മഹത്യകൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ താങ്കൾ എന്തായിരിക്കും, താങ്കളുടെ ഒരു അഭിപ്രായം എന്തായിരിക്കും? എനിക്ക് അതിനോട് യോജിപ്പാണ്. കാര്യം ഒന്ന്, അയാളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സമയം കിട്ടാതെ സേനയ്ക്ക് അകത്ത് ജോലി ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. അതിന് താങ്കൾ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ പ്രസ്സിങ് അത് ഒരു സൈഡിൽ, മേലുദ്യോഗസ്ഥൻ്റെ പ്രസ്സിങ് വേറെ സൈഡിൽ. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെല്ലാം സംഘടനയുടെ ഇടപെടലുകളും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം സമൂഹത്തിലെ ലോക്കൽ രാഷ്ട്രീയക്കാരുമായി ബന്ധമുള്ള ഒത്തിരി പോലീസ് ഉദ്യോഗസ്ഥരും ഓഫീസർമാർ അടക്കമുണ്ട്. അപ്പോൾ അവർക്ക് അനുകൂലമായി പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവരുമായി ചേർന്നുകൊണ്ട് ശരി ചെയ്യുന്ന ആളുകളെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ഒരു ശൈലിയിലേക്ക് വന്നുവിടുന്നു. ഇത് പോലീസിൻ്റെ മൂല്യച്യുതിയാണ്, പോലീസ് അപകടത്തിലേക്ക് പോകുന്നു എന്ന വിലയിരുത്തലാണ് എനിക്കുള്ളത്. മനസ്സിലായി, പോയിന്റ് ക്ലിയർ ആണ്. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. സംഭാഷണം വീണ്ടും തുടരും. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം.